അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങളിപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ സ്റ്റുഡൻസിന് കൂടുതലും ചൂസ് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡ് തന്നെയായിരിക്കും. മെഡിക്കൽ ഫീൽഡിൽ ഏതാന്ന് വെച്ചാൽ ഒരു 90% MBBS എന്നുള്ള സ്വപ്നം കൊണ്ടായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഈ MBBS ഇന്ത്യയിലാണ് നോക്കണമെങ്കിൽ അത്ര വലിയ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്കിന്ന് എബ്രോഡ്, അതായത് MBBS-ന്റെ എബ്രോഡിനെ കുറിച്ച് നോക്കാം. അപ്പോൾ MBBS-ന്റെ എബ്രോഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ട് 3 ഓപ്ഷൻസ് ആണ് സ്റ്റുഡൻസിനായിട്ട് വരുന്നത്. അതെന്ന് കൺട്രി ചൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്താണ് ഏഷ്യൻ കൺട്രീസ്, യൂറോ ഏഷ്യൻ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും സെയിം ആസ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയിൽ എത്രയാണോ ഫീസ് സ്ട്രക്ചർ വരുന്നത് അതേ സെയിം ആയിരിക്കും യൂറോപ്യൻ കൺട്രീസിലും വരുന്നത്. ഇനി പാഷനായിട്ട് യൂറോപ്യൻ കൺട്രിയിൽ പോയി പഠിക്കാൻ പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അല്ലെങ്കിൽ പാരന്റ്സ് ഓൾറെഡി അവിടെ സെറ്റിൽ ആയ സ്റ്റുഡൻസിനും യൂറോപ്യൻ കൺട്രി ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്ത് എബ്രോഡ് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് കൂടുതലും അഫോർഡബിൾ റേറ്റിൽ അല്ലെങ്കിൽ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ പോയി പഠിക്കാനായിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ളവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഏഷ്യൻ കൺട്രീസ്. ഏഷ്യൻ കൺട്രീസ് ലൈക്ക് കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥാൻ കൺട്രീസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. കൺട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ആയിരിക്കും അല്ലെ. യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ഫീസ് സ്ട്രക്ചറും അഫിലിയേഷനുമാണ്. ഗവൺമെന്റും പ്രൈവറ്റും ആയിട്ടുള്ള കോളേജസ് ആയിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ഫീസ് സ്ട്രക്ചറും അഫിലിയേഷനും ബേസ് ചെയ്ത് തന്നെ നമ്മൾ അഡ്മിഷൻ നോക്കേണ്ടത്. ഇനി വരുന്ന അടുത്ത മെയിൻ പോയിന്റ് ആണ് NMC റൂൾസ്. നവംബർ 18, 2021 പബ്ലിഷ് ചെയ്ത NMC ഗസറ്റിലുള്ള എല്ലാ നോംസും സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ അതുപോലെ തന്നെ കൺട്രി ആണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് വേണം നമ്മൾ അഡ്മിഷൻ ചൂസ് ചെയ്യാനായിട്ട്. യൂണിവേഴ്സിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിലിപ്പം ഒരു കാര്യം കൂടി നമുക്ക് മെയിൻ ആയിട്ട് ആഡ് ചെയ്യാനുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത് നമ്മുടെ കൺട്രിയിലെ ഏതെങ്കിലും ഒരു മെയിൻ സിറ്റിയിലാണോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വേറൊന്നിനുമല്ല, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ സെയിം ക്ലാസ് സിസ്റ്റം ആയിരിക്കില്ല അവിടെ വരുന്നത്. അവരുടെ ഓരോ ഷെഡ്യൂൾ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. ഓരോ സ്റ്റുഡൻസിനും അതത് ഫാക്കൽറ്റീസിനെ ഓരോ ഷെഡ്യൂൾ ബേസ് ആയിരിക്കും ക്ലാസ് പോകുന്നത്. ഇനി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നമ്മുടെ സെയിം ഇയറിൽ തന്നെ ഉണ്ടോ, നമ്മുടെ സെയിം ഇതിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതുപോലെ ഓൾറെഡി പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്ത്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് പാസ് ഔട്ട് സ്റ്റുഡൻസ് റേഷ്യോ, അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി MBBS എടുക്കുമ്പോഴത്തേക്ക് ഒരു മെയിൻ ഘടകം എന്താന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ തന്നെയാണല്ലേ. അപ്പൊ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഹോസ്പിറ്റൽ നോക്കുന്ന സമയത്ത് അവിടുത്തെ ബെഡ് സ്പേസ് എങ്ങനെയാണ്, പേഷ്യന്റ് ഫ്ലോ എങ്ങനെയാണ്, ലാബ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ നമ്മൾ ഏത് ഇയറിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഇയർ തൊട്ടാണ് നമുക്ക് പോസ്റ്റിംഗ് വരണമെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അടുത്ത മെയിൻ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലും മെസ്സും ആണ്. അപ്പൊ ഹോസ്റ്റലും മെസ്സും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻസൈഡ് ക്യാമ്പസിൽ, നമ്മൾ ക്യാമ്പസിനുള്ളിൽ തന്നെ നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരു എബ്രോഡ് പോയി പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണോ, നമുക്ക് ഫുഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഫുഡ് അവൈലബിൾ ആണോ, ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണോ എന്നുള്ളതും ഹോസ്റ്റലിൽ 24 hours ഇന്ത്യൻ സ്റ്റാഫ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹോസ്റ്റലിൽ നോക്കുന്ന സമയത്ത് എത്ര ഷെയറിംഗ് റൂമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് തരുന്നത് എത്ര ഷെയറിംഗ് റൂമാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ദെൻ ക്ലൈമറ്റ്, കറൻസി, ബോർഡർ കൺട്രീസ്, അതുപോലെ തന്നെ ക്രൈം റേഷ്യോ, പിന്നെ ട്രാവലിംഗ് മെത്തേഡ്, ട്രാവലിംഗ് ഡീറ്റെയിൽസ്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിൽ നിന്നും എബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒരു ബെറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫോർട്ട് ആയിട്ടുള്ള ഒരു ഏജൻസി ത്രൂ മാത്രം അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജന്റുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ഓൾറെഡി പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡന്റിന്റെ പാരന്റ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾ കൺഫേം ആക്കാൻ നോക്കണം. ഇനി MBBS എബ്രോഡ് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മറ്റു വിവരങ്ങൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ EBS എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്യൂ.